അമ്മ എനിക്ക് ഒന്നിനും കഴിയില്ലമ്മ, ഇന്നും നല്ലത് മരിക്കുന്നതല്ലേ എന്ന് ചോദിച്ചപ്പോഴ് ആ അമ്മ കൊടുത്തൊരു കോൺഫിഡൻസ് ഉണ്ട്. നമ്മുടെ ലൈഫ് ഇവിടെ കൊണ്ടൊന്നും തീരുന്നില്ല, നമുക്ക് ഇനിയും കുറേ മുന്നോട്ടേക്ക് പോകാനുണ്ട്. നിങ്ങൾ നല്ല കുഞ്ഞുങ്ങളായിട്ട് നിങ്ങളുടെ ലൈഫിൽ എന്തോ തീരുമാനിച്ചു വെച്ചിരിക്കുന്നത് അതുമായിട്ട് മുന്നോട്ട് പോവാം. നാളെ ഇതുപോലെ ഒരു ലോകം നിങ്ങളുടെ മുന്നിലുണ്ട്. നിങ്ങളുടെ പേര് പറഞ്ഞിട്ട് നാളെ ഈ ലോകത്ത് ഇതുപോലെ നമുക്ക് സംസാരിക്കാൻ പറ്റണം. മക്കളെ, നിങ്ങളെയും ഇതുപോലെ വാഴ്ത്തിപ്പാടാൻ കുറെ ആളുകൾ ഉണ്ടാവും. കാണിച്ചു കൊടുക്കണം തോൽവിന്ന് ജയത്തിലേക്ക് എത്താൻ എങ്ങനെ പറ്റുമെന്ന്. ഇനിയൊരു ടെൻഷനും വേണ്ട, കൂളായിട്ടിരിക്കുക. ലൈഫിൽ വന്നേക്കുന്ന മിസ്റ്റേക്കുകൾ അക്സെപ്റ്റ് ചെയ്യുക, ജയത്തിലേക്ക് കുതിച്ചു കയറുക. ഇന്നത്തെ ഈ ഒരു വീഡിയോ എസ്പെഷ്യലി എക്സാമില് നല്ല റാങ്ക് വാങ്ങിച്ചിട്ട് മെഡിക്കൽ കോളേജിൽ അഡ്മിഷൻ ഉറപ്പാക്കിയവർക്ക് വേണ്ടിയിട്ടുള്ളതല്ല, മറിച്ച് എക്സാമിന് നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്തിട്ട് അവസാന സമയത്ത് എവിടെ എത്താതെ പോയ ആ ഒരു മക്കൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അതായത് നമ്മളില് 1,00,000-ഓളം മക്കള് കേരളത്തിൽ മാത്രം എഴുതിയേക്കുന്ന ഈ എക്സാമില് നിങ്ങൾക്കൊരു കാര്യം അറിയാം, അഡ്മിഷൻ കിട്ടുന്നവര് വളരെ ചുരുക്കം, അഡ്മിഷൻ കിട്ടാത്തവരാ ഏറ്റവും കൂടുതൽ. സോ ഈ മക്കളോട് നാളെ പലപ്പോഴും നമ്മൾ ആഗ്രഹിച്ച ഒരു സ്ഥലത്തേക്ക് എത്തിപ്പെടാൻ ഈ റിസൾട്ട് പാകമെല്ലാം തോന്നുന്നവർക്കോടാണ് എനിക്ക് ഇന്നത് സംസാരിക്കാനുള്ളത്. ഇന്ന് കൂടുതലൊന്നും പറയുന്നില്ല മക്കളെ, ഞാനൊരു കഥ പറയാം. ഈ കഥ നമ്മളിപ്പോ പറഞ്ഞിരിക്കുന്ന തരത്തിലുള്ള കുട്ടികൾക്ക് ചിലപ്പോൾ അവരുടെ മനസ്സിനെ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്ന ഒരു കഥയായിരിക്കാം. എക്സാമിന് മുന്നേ ഞാൻ ഈ ഒരാളെ കുറിച്ച് സംസാരിക്കണം എന്ന് ആഗ്രഹിച്ച, പക്ഷേ ഇതായിരിക്കും ഏറ്റവും പ്രോപ്പറായുള്ള സമയം. നിങ്ങൾക്ക് ഈ ഒരു റിസൾട്ടിന് ശേഷമായിരിക്കും അത് ഏറ്റവും കൂടുതൽ ഉൾക്കൊള്ളാൻ പറ്റുന്നത്. അതുകൊണ്ടാണ് ഈ ഒരു ദിവസത്തിന് വേണ്ടി ഈ ഒരു കഥ മാറ്റി വെച്ചത്. കുഞ്ഞുങ്ങളെ, നിങ്ങൾ കേട്ടിട്ടുണ്ടോ നമ്മുടെ മുനീബ മസാരി പറയുന്ന ഒരു വുമണിനെ കുറിച്ച്? ഈ മുനീബ മസാരി എവിടെയാണെന്നറിയോ? പാകിസ്ഥാനിൽ ഉണ്ടായിരുന്ന ഈ മുനീബ മസാരിയുടെ കുടുംബം എന്ന് പറയുന്നത് ഒരു ഇടത്തരം ഫാമിലിയില ആള് ജനിച്ചു. അങ്ങനെ പലപ്പോഴും ഒരു മുസ്ലിം ഓർത്തഡോക്സ് ഫാമിലി. അവിടെ നേരത്തെ കുട്ടീനെ കല്യാണം കഴിപ്പിക്കണം എന്നായിരുന്നു വീട്ടുകാരുടെ ആഗ്രഹം. പക്ഷേ എന്തു പറയാന, നമ്മുടെ മുനീബ മസാരിക്ക് നിങ്ങളെ പോലെ വലിയ വലിയ കുറെ ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ എന്ത് ചെയ്യാനാ, പാരന്റ്സിനെ ഏറ്റവും കൂടുതൽ റെസ്പെക്ട് ചെയ്യുന്നവരാണല്ലോ ഏറ്റവും നല്ല കുട്ടികൾ. പാരന്റ്സിന്റെ ഇഷ്ടങ്ങള് കണ്ടറിഞ്ഞ് അവർക്ക് വേണ്ടി ജീവിക്കുന്നവരാണല്ലോ നല്ല മക്കൾ. അതുപോലെ തന്നെ നമ്മൾ ഈ പറഞ്ഞേക്കുന്ന മുനീബായും ഇതുപോലെ പാരന്റ്സിന്റെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കുന്ന ഒരാളായിരുന്നു. അതുകൊണ്ട് തന്നെ 18ാമത്തെ വയസ്സില് മുനീബ മസാരിയുടെ കല്യാണം നടന്നു. ഒരിക്കൽ പോലും മനസ്സുകൊണ്ട് സന്തോഷത്തോടു കൂടെ ആ കല്യാണത്തിന് നിന്നുകൊടുത്തല്ല, പക്ഷേ പാരന്റ്സിന്റെ ഇഷ്ടം മനസ്സിലാക്കിക്കൊണ്ട് അവരെ വിഷമിപ്പിക്കേണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ആ കല്യാണത്തിന് മുനീബ മസാരി സമ്മതിക്കുന്നത്. കല്യാണം കഴിഞ്ഞു. ഒരു പൈലറ്റിനെയായിരുന്നു കല്യാണം കഴിച്ചത്. പക്ഷേ ആ ഒരു ഫാമിലി, ആ ഒരു ലൈഫ്, മുന്നോട്ടേക്കുള്ള മുനീബ മസാരിയുടെ ലൈഫ് അത്രത്തോളം നല്ലതായിരുന്നില്ല. പലപ്പോഴും പ്രശ്നങ്ങളും പ്രയാസങ്ങളും നിറഞ്ഞു. ആളെ മനസ്സിലാക്കാൻ പോലും പറ്റാത്ത ഒരു ഹസ്ബൻഡ് ആയിരുന്നു അത്രേ നമ്മുടെ മുനീബ മസാരിയുടെ ലൈഫ്. അങ്ങനെ മുന്നോട്ട് പോവായിരുന്നു. 1987 ആള് ജനിച്ചത്. ചിലപ്പോഴ് ഇപ്പൊ നീറ്റ് എക്സാം എഴുതിയേക്കുന്ന കുട്ടികളിലേക്കാളും ഒരു 13-15 വയസ്സ് കൂടുതലുള്ള ആളാണ് നമ്മുടെ മുനീബ മസാരി. അന്ന് 87 ജനിച്ചു. 18ാമത്തെ വയസ്സില് കല്യാണം നടക്കുക. കല്യാണം കഴിഞ്ഞ് 2 വർഷം കഴിഞ്ഞപ്പോഴ് ഒരു ദിവസം, ഒരു രാത്രിയിലാണ് അവർ കാറിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. നമ്മൾ പറഞ്ഞേക്കുന്ന മുനീബ മസാരി ഉണ്ടായിരുന്നു, ഒപ്പം ഹസ്ബൻഡും ഉണ്ടായിരുന്നു. രണ്ടുപേരും കൂടെ സഞ്ചരിച്ചിരുന്ന കാറ് പെട്ടെന്ന് നമ്മൾ ആ ഹസ്ബൻഡിന് പെട്ടെന്ന് എന്തോ ഉറക്കം വരുന്നത് പോലെ ഉണ്ടായിരുന്നു അത്രേ. ആ ഉറക്കത്തിന്റെ പെട്ടെന്ന് അങ്ങ് മയങ്ങിപ്പോയത് കാരണം കാറ് പോയിട്ട് ഇടിക്കുകയാണ്. ആ കാറിന്റെ ഇടിയില് ആളെങ്ങനെയോ പെട്ടെന്ന് ഞെട്ടി ചാടി രക്ഷപ്പെട്ടു. പക്ഷേ മുനീബ മസാരിക്ക് ഒരു രീതിയിലും അതിനോട് റെസ്പോണ്ട് ചെയ്യാൻ പറ്റുന്നതായിരുന്നില്ല. ആള് ആ കാറിന്റെ ആ ഇടിയില് അങ്ങനെ തന്നെ കാലിന് താഴത്തേക്കുള്ള ഭാഗം മുഴുവൻ അതിനുള്ളിലേക്ക് അമർന്നുപോയി. ഒരു ഉൾനാടൻ പ്രദേശത്ത് ഈ ഒരു അപകടം സംഭവിക്കുന്നത്, അതും രാത്രി സമയത്ത്. ഓർത്താൽ മതി, രക്ഷപ്പെടുത്താന് ആരും തന്നെ ഉണ്ടായിരുന്നില്ല. കുറെ സമയം കഴിഞ്ഞു.
രാവിലേക്ക് ആവുമ്പോഴാ ആൾക്കാരൊക്കെ ഓടിക്കൂടുന്നത്. എല്ലാം കൂടെ ആ കാറിനുള്ളിൽ നിന്ന് അവരെ വലിച്ചഴിച്ച് പുറത്തേക്ക് എടുത്തു. ആരൊക്കെയോ CPR ഒക്കെ കൊടുത്തു. എന്തോ അവിടുന്ന് എടുക്കുമ്പോ തന്നെ എന്താവും ഈ കുട്ടി രക്ഷപ്പെടുമെന്ന് പോലും ആർക്കും പ്രെഡിക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അവിടെ ആ നാട്ടില് ഒരു ആംബുലൻസോ ഒരു കാറോ ഇവരെ കൊണ്ടുപോകാൻ പോയിട്ട് പോലും കിട്ടുന്നുണ്ടായിരുന്നില്ല. കുറെ നേരം കാത്തിരുന്നു. പെട്ടെന്ന് അടുത്തുണ്ടായിരുന്ന ഒരു ജീപ്പിന്റെ പിന്നില് അവരെ കയറ്റിയിട്ട് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവാം. അവിടുന്ന് വീണ്ടും 3 മണിക്കൂറോളം യാത്ര ചെയ്യണമായിരുന്നു ഒരു ഹോസ്പിറ്റലിൽ എത്തിപ്പെടാം. ആ 3 മണിക്കൂർ യാത്ര ചെയ്ത് ആ ഹോസ്പിറ്റലിലേക്ക് മുനീബ മസാരിനെയും കൊണ്ട് ആ നാട്ടിലുള്ള ആൾക്കാർ എത്തിപ്പെടുക. അവിടെ എത്തുമ്പോൾ നേരെ ശരീരത്തിന്, അതായത് നമ്മൾ അരയ്ക്ക് താഴത്തേക്ക് കംപ്ലീറ്റ് ആയിട്ട് ഇഞ്ചേർഡ് ആയിട്ടാണ് ആളെ എത്തുന്നത്. അരയ്ക്ക് താഴെ മാത്രമല്ല, ആളുടെ നിങ്ങൾ ഈ പറയുന്ന അൾന ഇല്ലേ, റേഡിയസ് അൾന ഒക്കെ ഫ്രാക്ചർ ആയിട്ടുണ്ട്. ഇവിടെ നമ്മളെ റിസ്റ്റ് ബോൺ ഒക്കെ ഫ്രാക്ചർ ആയിട്ടുണ്ട്. റിസ്റ്റ് ബോൺ ഫ്രാക്ചർ ആയിട്ടുണ്ട്, റേഡിയസ് അൾന ഫ്രാക്ചർ ആയിട്ടുണ്ട്, ഷോൾഡർ ബോൺ, കോളർ ബോൺ എല്ലാം ഫ്രാക്ചർ ആയിട്ടുണ്ട്. റിബ് കേജിലും നല്ല രീതിയിലുള്ള ഇഞ്ചുറി സംഭവിച്ചിട്ടുണ്ട്. ആ റിബ് കേജിനും കൂടി ഇഞ്ചുറി സംഭവിച്ച കാരണം ലങ്സിനും ലിവറിനും ഒക്കെ ഡാമേജ് സംഭവിച്ചിട്ടുണ്ട്. എന്തിനു പറയണം, വേർട്ടബ്ര ഇല്ലേ, നമ്മുടെ നട്ടെല്ലില് അവിടെ 3 എല്ലുകൾക്ക് ഭയങ്കരമായിട്ട് പൊടിഞ്ഞു പോയിട്ടുണ്ട്. എല്ലുകൾ എല്ലായിടത്തിലും പ്രശ്നങ്ങൾ. സ്പൈനാണ് കാര്യമായിട്ട് എഫക്ട് ചെയ്തത്, സ്പൈനൽ കോഡിനെ എഫക്ട് ചെയ്തേക്കുന്നത്. അങ്ങനെ ഒരാളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ലൈഫ് പിന്നെ മുന്നോട്ടേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊന്നും ചിന്തിക്കാനില്ല. അവര് മുന്നോട്ടേക്ക് അവിടെ തീർന്നു എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. പക്ഷെ ഇവിടെ നിന്ന് മക്കളെ നിങ്ങൾ മനസ്സിലാക്കുന്ന 2.5 മാസക്കാലം അവർ ആ ഹോസ്പിറ്റലിൽ സ്പെൻഡ് ചെയ്യാണ്. ഈ 2.5 മാസക്കാലം ഹോസ്പിറ്റലില് ഈ ഒരു ശരീരമായിട്ട് ഇങ്ങനെ കിടക്കുക. അതിനുശേഷം ഒരു ദിവസം ഡോക്ടർ വന്ന് പറയാ, നിങ്ങളോട് ഒരു ബാഡ് ന്യൂസ് പറയാനുണ്ട്. ആ ബാഡ് ന്യൂസ് എന്തായിരുന്നു എന്നറിയോ? മുനീബ മസാരിനോട് ഡോക്ടർ പറയാ, അവരുടെ നിങ്ങളുടെ ഏറ്റവും വലിയ ആഗ്രഹം നിങ്ങള് നന്നായിട്ട് പെയിന്റ് ചെയ്യുമല്ലേ. നിങ്ങളെ കുറിച്ച് ഞാൻ അറിഞ്ഞപ്പോഴ് എല്ലാരും പറഞ്ഞു കേട്ടു നിങ്ങൾ നന്നായിട്ട് പെയിന്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ ഞാൻ ഈ വിഷയം പറയുമ്പോൾ നിങ്ങൾക്കൊന്നും തോന്നരുത്, ഇതൊരു ബാഡ് ന്യൂസ് ആണ്. നിങ്ങൾക്ക് ഇനി ഒരിക്കലും നിങ്ങളുടെ ഈ വലത് കൈ വെച്ച് പെയിന്റ് ചെയ്യാൻ പറ്റില്ല. സ്വാഭാവിക, ഏതൊരു ഡോക്ടറും പറയും. നമ്മൾ പറയുന്ന പോലെ ഈ എല്ലാ എല്ലുകളും ഫ്രാക്ചർ അയക്കുന്ന ഒരാൾക്ക് എങ്ങനെ പറ്റാനാ, എങ്ങനെ ആൾക്ക് പെയിന്റ് ചെയ്യാൻ പറ്റുന്നേ? നിങ്ങളെ പറ്റൂലല്ലോ. അത് പറഞ്ഞ് ഡോക്ടർ പോയി. സത്യം പറഞ്ഞാല് നിങ്ങളെ ഏറ്റവും വലിയ ആഗ്രഹമല്ലേ ഡോക്ടർ ആവുക എന്നുള്ളത്. നിങ്ങളോട് ഒരാൾ പറയാ, നിങ്ങൾ പഠിച്ചിട്ടൊന്നും കാര്യമില്ല, നിങ്ങൾക്ക് അതിന് മാത്രമുള്ള കാലിബർ ഒന്നുമില്ല, ഈ വർഷത്തെ റിസൾട്ട് തന്നെ കണ്ടില്ലേ, നിങ്ങൾ എവിടെ എത്താനാ, നിങ്ങൾക്കൊന്നും എവിടെ എത്താൻ പറ്റൂല. നമ്മൾ ഏറ്റവും കൂടുതൽ തളർത്തുന്നത് അത് ചിലപ്പോൾ നിങ്ങൾ പഠിപ്പിച്ചൊരു അധ്യാപകനാണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ ഏറ്റവും കൂടെ നിൽക്കുന്ന നിങ്ങളുടെ ആരെങ്കിലും ആണ് പറയുന്നെങ്കിലോ നമ്മുടെ മനസ്സിന് വല്ലാത്തൊരു അടികൊണ്ടത് പോലെ അല്ലെ. ഇവിടെ കൊണ്ട് തീർന്നില്ല. പിറ്റേ ദിവസം ഡോക്ടർ വന്നിട്ട് മുനീബ മസാരിനോട് പിന്നും പറയാ, നിങ്ങളുടെ അരയ്ക്ക് താഴത്തേക്ക് ഇത്രത്തോളം ക്ഷതങ്ങളൊക്കെ സംഭവിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇനി ഒരിക്കലും നടക്കാൻ പറ്റൂല, നിങ്ങൾക്ക് ഇനി ഒരിക്കലും നടക്കാൻ പറ്റൂല എന്നാണ് രണ്ടാമത് പറയുന്നത്. അവർക്ക് ഭയങ്കര വിഷമമായി. അതിന്റെയും പിറ്റേ ദിവസം വീണ്ടും ഡോക്ടർ വന്നിട്ട് വലിയൊരു ബാഡ് ന്യൂസ് പറയും. ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം, ഒരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം അതായിരിക്കും അവർക്ക് ഒരിക്കലും സഹിക്കാൻ പറ്റാത്തൊരു കാര്യം. ഒരു സ്ത്രീ പെർഫെക്റ്റ് ആവുന്നത്, ഒരു സ്ത്രീയായിട്ട് മാറുന്നത് അവർക്ക് അമ്മയാവാൻ കഴിയുമ്പോഴാണ്, അവർക്ക് ഗർഭം ധരിക്കാൻ കഴിയുമ്പോഴാണ്. അവരോട് ഡോക്ടർ പറയാ, നിങ്ങൾക്ക് ഒരിക്കലും ഒരു കുഞ്ഞിന് ജന്മം നൽകാൻ പറ്റില്ല. അതായത് നിങ്ങൾക്ക് ഒരിക്കലും ഒരു അമ്മയാകാനുള്ള കഴിവില്ല. ഇനി നിങ്ങൾക്ക് സ്പൈൻ ഇഞ്ചുറി സംഭവിച്ചിരിക്കുന്നത് എവിടേക്കൊക്കെ കൂടെ എല്ലാം കൂടെ ഫ്രാക്ചർ സംഭവിച്ചത് എല്ലാം കൂടെ ചേർത്ത് എല്ലാം കൂടെ സെറ്റാക്കി വെച്ചേക്കാം. സോ നിങ്ങൾക്ക് ഒരിക്കലും ഒരമ്മയാവാൻ പറ്റില്ല. ഈ 3 കാര്യങ്ങള് അത് വല്ലാതെ തളർത്തി. അവര് പറയുന്നൊരു കാര്യമുണ്ട്. അന്ന് ഹോസ്പിറ്റലിൽ വെച്ചിട്ട് ഹോസ്പിറ്റലിലെ ചുമരുകൾ ഇങ്ങനെ വൈറ്റ് ആയിട്ടിരിക്കുക, വെള്ള കളറിലിരിക്കുക. ആ ചുമരുകളെ നോക്കി അവരിങ്ങനെ കരയാണ്. അമ്മേനെ ചേർത്ത് പിടിച്ച് കരയാ. അമ്മ എന്തിനാ അമ്മ ഞാനിനി, അമ്മ ഈ ഒരു രീതിയിലും ഒന്നുമല്ലാത്ത ഈ ഞാൻ ഇനി എന്തിനു ജീവിക്കണം, എല്ലാവർക്കും ഭാരമായിട്ട് എന്തിനമ്മ ഞാനിനി ഈ ലോകത്ത് ജീവിച്ചു പോകുന്നത്, എന്നെ കൊണ്ട് ഒന്നിനും ഇനി കഴിയൂല, ഈ ലോകത്തിൽ ഒന്നിനും കഴിയാത്തൊരു സ്ത്രീയായിട്ട് ഞാൻ മാറിക്കഴിഞ്ഞു. അമ്മ എനിക്ക് ഒന്നിനും കഴിയില്ലമ്മ, ഇതും നല്ലത് മരിക്കുന്നതല്ലേ ചോദിച്ചപ്പോഴ് ആ അമ്മ കൊടുത്തൊരു കോൺഫിഡൻസ് ഉണ്ട്. അമ്മ പറഞ്ഞ വാക്ക്,
അമ്മ പറഞ്ഞെന്താ അറിയുന്നത്? ഈ ദിവസങ്ങളും കഴിഞ്ഞു പോകുന്നു. ദൈവം നിനക്കായി ഒരു പ്ലാനിങ് നടത്തി വെച്ചിട്ടുണ്ട്. അന്ന് ആ അമ്മയുടെ വാക്കുകളാണ് ആ മുനീബ മസാരിക്ക് ഏറ്റവും കൂടുതൽ പ്രചോദനം കൊടുത്തേക്കുന്നത്. മുന്നോട്ടേക്കുള്ള ലൈഫിലേക്ക് അവരെ മുന്നോട്ടേക്ക് നയിച്ചേക്കുന്നത് ആ അമ്മയുടെ വാക്കുകളാണ്. നിങ്ങളുടെ കൂടെയുണ്ട്. ഇതുപോലെ ധൈര്യം തരാനും നിങ്ങളുടെ കൂടെ നിർത്താനും പറ്റുന്ന അമ്മയും അച്ഛനൊക്കെ നിങ്ങളുടെ കൂടെ ഉണ്ട്. ആ അമ്മ പറഞ്ഞ വാക്ക്, അതിനുശേഷം മുനീബ മസാരി ഈ ലോകത്തിനോട് തുറന്നു പറഞ്ഞൊരു കാര്യമുണ്ട്. വാക്കുകള് നമ്മളെപ്പോഴും പറയുന്ന പോലെ വാക്കുകൾ എപ്പോഴും നമ്മൾ സൂക്ഷിച്ച് ഉപയോഗിക്കണം. ഒരു വാക്കിന് ആരെയും തളർത്താൻ പറ്റും, ആരെയും വിജയത്തിലേക്ക് കൊണ്ടുപോകാൻ പറ്റും. എല്ലാ ഉള്ളിന്റെ ഉള്ളിൽ നമ്മൾ കൂട്ടി വെച്ചേക്കുന്ന മുറിവുകളെയും തുന്നിക്കെട്ടാൻ ചില ആളുകളുടെ വാക്കുകൾക്ക് സാധിക്കും. ഈ വാക്കുകളാണ് ഒരാളുടെ ഏറ്റവും വലിയ ആയുധം. നമ്മൾ പറയേണ്ട കാര്യങ്ങൾ പറയേണ്ട സമയത്ത് പറഞ്ഞാല് അത് വലിയതാവും. ഇപ്പോഴ് നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടത് കോൺഫിഡൻസാ. ആ കോൺഫിഡൻസ് കൊടുക്കാൻ എല്ലാ അമ്മമാർക്കും പറ്റും. ആ അമ്മമാർ അവർക്ക് കൊടുക്കേണ്ടത് അവർക്ക് പറ്റുമെന്നുള്ള വിശ്വാസമാണ്. നാളെ MBBS അല്ലെങ്കിൽ അവർക്ക് മുന്നോട്ടേക്ക് വേറൊരു ലൈഫുണ്ട്. അവരുടെ ഡ്രീം എന്തോ അതിലേക്ക് ചേസ് ചെയ്ത് പോകാൻ അവർക്ക് കോൺഫിഡൻസ് കൊടുക്കണം. അതല്ലെങ്കിൽ നാളെ വേറെ എന്താണോ അതിലേക്ക് പോകാനുള്ള ധൈര്യം അവർക്ക് കൊടുക്കണം. ഈ അമ്മയുടെ ഈ വാക്കുകളാണ് അവർക്ക് ഏറ്റവും കൂടുതൽ പ്രചോദനം നൽകിയത്. അവർ പറഞ്ഞൊരു കാര്യമുണ്ട്, ഈ വൈറ്റ് ആയിട്ട് കിടക്കുന്ന സ്ഥലം മാത്രമേ അവർക്ക് കാണാൻ പറ്റുന്നുള്ളൂ. അവർക്ക് കംപ്ലീറ്റ് അവരുടെ ലൈഫിലേക്ക് കളറുകൾ കൊണ്ട് നിറയണം. ഈ ലോകത്ത് എല്ലാ കളറുകളും എനിക്ക് കാണാൻ പറ്റണം. നേരെ ബ്രദറിനോട് ആവശ്യപ്പെട്ടു, ബ്രദർ എനിക്കൊരു ക്യാൻവാസ് വേണം, കുറെ കളേഴ്സ് വേണം, എനിക്ക് കൊണ്ടുവന്ന് തരാൻ പറ്റുമോ? ബ്രദർ മുനീബ മസാരിയുടെ ആഗ്രഹം സാധിച്ചു കൊടുത്തു. ആ ബെഡിൽ കിടക്കുന്ന മുനീബ മസാരിക്ക് ക്യാൻവാസും കൊടുത്തു, കുറെ കളറുകളും കൊടുത്തു. അവരുടെ ഉള്ളിന്റെ ഉള്ളിൽ ഉണ്ടായിരുന്ന എല്ലാ വിഷമങ്ങളും അവര് തന്റെ ക്യാൻവാസിൽ പകർത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. അവര് അന്ന് ആ ഒരു മരണക്കിടക്കയിൽ കിടന്നുകൊണ്ടാണ് അവരുടെ ആദ്യത്തെ ഏറ്റവും വലിയൊരു പെയിന്റിംഗ് പൂർത്തീകരിക്കുന്നത്. ആ പെയിന്റിംഗ് കണ്ടിട്ട് പലരും വന്നു, എല്ലാവരും അപ്രീഷിയേറ്റ് ചെയ്തു. സമ്മതിക്കണം, ഡോക്ടർമാര് പോലും പറ്റില്ല എന്ന് പറഞ്ഞെടുത്തുന്നത് നിങ്ങളുടെ കോൺഫിഡൻസ് കാരണം നിങ്ങൾ വരച്ചേക്കുന്ന ഈ ഒരു വലിയൊരു പടം ഇത് നിങ്ങളുടെ ലൈഫാണ് മാറ്റിമറിക്കുന്നത്. നിങ്ങൾ വലിയ കാര്യമാണ് ചെയ്തത്. അവരെ ഭയങ്കരമായിട്ട് അപ്രീഷിയേറ്റ് ചെയ്തു. അപ്പോഴും മുനീബ മസാരി പറഞ്ഞ ആരും ആ വരച്ചേക്കുന്ന പടത്തിനുള്ളിലുള്ള എന്റെ വിഷമങ്ങള് കാണാൻ ആർക്കും പറ്റിയിട്ടില്ല. എന്റെ വിഷമങ്ങള് എന്റേത് മാത്രമായിരുന്നു. ഉള്ളിനുള്ളിൽ കരഞ്ഞുകൊണ്ടാണെങ്കിലും ഞാൻ പൂർത്തീകരിച്ചേക്കുന്ന ആ പടം അതെന്റെ ആഗ്രഹമായിരുന്നു, എന്റെ ഡ്രീം ആയിരുന്നു, എന്റെ എല്ലായിരുന്നു. അപ്പോഴും ഈ കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോകുമ്പോഴും അവർ ഏറ്റവും കൂടുതൽ പേടിപ്പെടുത്തിക്കുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു. ഏറ്റവും വലിയ ഫിയർ, അവരുടെ ലൈഫിലെ ഏറ്റവും വലിയ പേടി അതെന്തായിരുന്നു എന്ന് അറിയും. ഹസ്ബൻഡ് അപ്പോഴ് ഡൈവോഴ്സുകൾ നോട്ടീസ് അയച്ചേക്കുക. ആ സമയത്ത് കോൺഫിഡൻസ് കൊടുത്ത അമ്മ മാത്ര. ഹസ്ബൻഡ് പിന്മാറി. ഇങ്ങനെ ഒരാളെ ഇനി വേണ്ടെന്നുള്ള രീതിയിൽ ഹസ്ബൻഡ് ഡൈവോഴ്സ് വാങ്ങിച്ച് പോകാൻ നിൽക്കുക. അവർക്ക് ആ ഡൈവോഴ്സ് പേപ്പറിൽ ഒപ്പിടാനുള്ള ധൈര്യം ഉണ്ടായിരുന്നില്ല. ഒറ്റയ്ക്ക് എങ്ങനെ താൻ ജീവിക്കുന്നത്, എങ്ങനെ ഇനിയുള്ള നാളുകൾ ഒറ്റയ്ക്ക് മുന്നോട്ട് കൊണ്ടുപോകുന്നത്, അതായിരുന്നു ഏറ്റവും വലിയ പേടി. പക്ഷേ ആ പേടിനെ അവർ ഓവർകം ചെയ്തു. അവർക്ക് മുന്നോട്ട് പോകാൻ പറ്റുമെന്നുള്ള ഒരു ധൈര്യം സ്വന്തം മനസ്സിൽ അവര് തന്നെ കുറിച്ചിട്ടു. ഹസ്ബൻഡിന് ഡൈവോഴ്സ് നോട്ടീസ് ഒപ്പിട്ട് കൊടുത്തു. അയാളുടെ കല്യാണ ദിവസം അയാൾക്കൊരു മെസ്സേജ് അയച്ചു, ഞാനിപ്പോ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നു, ഓൾ ദി ബെസ്റ്റ്, നിങ്ങൾ നന്നായിട്ട് വരൂ, ഞാൻ ഇന്നത്തെ ദിവസം ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നു. ആ ഒരു മെസ്സേജിനുള്ളിൽ ഒതുക്കി അവരുടെ വിഷമങ്ങളും എല്ലാ പ്രശ്നങ്ങളും. അതിനുശേഷം പിന്നീട് ആ ഒരു ദിവസത്തെ കുറിച്ചോ ലൈഫിനെ കുറിച്ചോ അവർ ഓർത്തിട്ടില്ല. പഴയത് കഴിഞ്ഞു. ചില പേഴ്സൺസ് നമ്മുടെ ലൈഫിൽ വലിയ സ്ഥാനം ഉണ്ടാവും. പക്ഷേ അവർക്ക് നമ്മളെ വേണ്ടാന്ന് തോന്നുമ്പോൾ നമ്മൾ ഒഴിവായി കൊടുത്തേക്കണം. പിന്നെ നമ്മൾ പിടിച്ചു നിർത്താൻ ശ്രമിച്ചാലേ അത് ലൈഫിൽ എന്നും ഫെയിലിയർ ആയി പോകും. സോ വേണ്ടാത്ത കാര്യങ്ങളെ ഒഴിവാക്കണമെന്ന് അവർ പഠിപ്പിച്ചു തന്നു. നമ്മുടെ ഉള്ളിലെ നെഗറ്റീവ് തോട്ട്സ് ഇനി ക്രിയേറ്റ് ചെയ്യാൻ പറ്റൂല. ഇനി ധൈര്യത്തോടുകൂടെ മുന്നോട്ട് പോകണമെന്ന്, അവർ മുന്നോട്ടേക്ക് പോകണമെന്ന് അവരവരുടെ മൈൻഡിൽ സ്ട്രോങ് ആയിട്ടുള്ള ഡിസിഷൻ എടുത്തു. അവിടുന്ന് മുന്നോട്ടേക്ക്. രണ്ടാമത്, അവർക്ക് നേടേണ്ട ഒരു കാര്യം അവർ നേടിക്കഴിഞ്ഞു. അവര് വലിയൊരു രീതിയിൽ അവരുടെ പെയിന്റിങ്സ് മുന്നോട്ട് പോവായിരുന്നു. ഡൈവോഴ്സ് എന്നുള്ള കാര്യത്തിൽ അവർ ധൈര്യത്തോടുകൂടെ വീണ്ടും മുന്നോട്ടേക്ക് പോയി. ഒറ്റയ്ക്ക് ജീവിക്കാൻ പറ്റുമെന്ന് അവർ കാണിച്ചു കൊടുത്തു. കുഞ്ഞുങ്ങളെ, ഒരു കാര്യം കൂടെ ഓർക്കണം. അവരില്ലേ, ഈ മുനീബ മസാരി എന്ന് പറയുന്ന നമ്മുടെ സ്ത്രീ, അവർ പിന്നീട് അവരുടെ ഗ്രോത്ത് ആയിരുന്നു, അവരുടെ ഏറ്റവും വലിയ വളർച്ചയായിരുന്നു പിന്നീടുള്ള ദിവസങ്ങളിൽ നമുക്ക് കാണാൻ പറ്റിയത്. അവര് പാകിസ്ഥാനില് അവിടുത്തെ ചാനലില്, നാഷണൽ TV ചാനലില് ആങ്കർ ആയിട്ട് വന്നു. ഒരു ദിവസമേ മുനീബ മസാരി പറയുന്ന ഒരു വലിയ കഥയുണ്ട്. അവർ ആ വീൽ ചെയറിന്
മെല്ലെ മെല്ലെ വീൽ ചെയറിൽ ഉന്തിപ്പോയി ലിപ്സ്റ്റിക് ഇട്ടത്രേ. അന്ന് ലിപ്സ്റ്റിക് ഇട്ടിട്ട് അവർ കണ്ണാടിക്ക് മുന്നിൽ വന്നു നിന്നു. മുന്നിൽ വന്ന് നിൽക്കുമ്പോഴേ അവർക്ക് അവരുടെ മുഖം കാണുമ്പോൾ ഭയങ്കര വിഷമോ എന്തൊക്കെയൊക്കെയോ ഉണ്ട്. പക്ഷെ അവർ പെട്ടെന്ന് തുടച്ചു കളഞ്ഞ എന്താണെന്നറിയോ? നാളെ സമൂഹത്തിലുള്ളവര്, ഈ സൊസൈറ്റിയിലുള്ളവര് തന്നെ കാണുമ്പോൾ അവര് വല്ലാത്ത എന്തോ ചിന്തിക്കില്ലേ? ഞാൻ ഇങ്ങനെ ഈ വീൽ ചെയറിൽ ഇരിക്കുന്ന ഞാൻ ഈ ലിപ്സ്റ്റിക് ഇടാൻ പാടുണ്ടോ? മറ്റുള്ളവർ എന്ത് ചിന്തിക്കും? മറ്റുള്ളവർ എന്നെ എന്ത് പറയും? ഇപ്പോഴും നിങ്ങൾ ചിന്തിക്കുന്നില്ലേ? നിങ്ങളുടെ റിസൾട്ട് വന്നു കഴിഞ്ഞപ്പോൾ ചിലപ്പോഴും നിങ്ങൾ റിസൾട്ടിൽ നിങ്ങൾ വിചാരിച്ച ഒരു റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ മറ്റുള്ളവർ എന്ത് ചിന്തിക്കും? നാട്ടുപുറത്തുള്ളവർ എന്ത് ചിന്തിക്കും? അടുത്ത വീട്ടുകാര്, കുടുംബക്കാര്, അവരൊക്കെ എന്ത് ചിന്തിക്കുന്നു? ഇതേ ചിന്ത നമ്മുടെ മുന്നീ മസാലയ്ക്ക് ഉണ്ടായിരുന്നു. അവരെല്ലാം തുടച്ചു കളഞ്ഞു. പക്ഷെ കുറച്ചു നേരം അവരുടെ മൈൻഡിനെ അവർ കൺട്രോൾ ചെയ്തു. ആരും പെർഫെക്റ്റ് അല്ല, ഈ ലോകത്ത് ആരും പെർഫെക്റ്റ് അല്ല. നമ്മുടെ മനസ്സാണ് നമ്മൾ പെർഫെക്ഷനിലേക്ക് എത്തിക്കേണ്ടത്. സോ അവരവരുടെ മൈൻഡിനെ കൺട്രോളിലേക്ക് കൊണ്ടുവന്നു. അവർ വീണ്ടും ലിപ്സ്റ്റിക് ഇട്ടു. അവരെ ബോധിപ്പിക്കാൻ, പുറത്തുള്ള സമൂഹത്തിനെ ബോധിപ്പിക്കാനല്ല അവര് വീണ്ടും ലിപ്സ്റ്റിക് ഇട്ടത്. അവർക്കറിയാം ഈ ലോകത്തില് താൻ എന്തിനും മറ്റുള്ളവരെ പേടിച്ച് ജീവിക്കണം. മറ്റുള്ളവരല്ലല്ലോ നമുക്കൊന്നും തരുന്നത്. അവരെ പേടിച്ച് നമ്മൾ എന്തിനു ജീവിക്കണം? വീണ്ടും ലൈഫ് മുന്നോട്ടേക്ക്. കുഞ്ഞുങ്ങളെ, അവരറിയപ്പെടുന്ന ഒരു മോഡലായിട്ട് മാറി. പാകിസ്ഥാനിലെ നല്ലൊരു മോഡലാ മുനീബ മസാരി. മോഡലിംഗിലേക്ക് പോയി, ആങ്കറായി. ഇവിടെ ഒന്നും കൊണ്ട് തീർന്നില്ല. അവര് കുറെ പടങ്ങൾ വരച്ചു, നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഇനിയാണ് നമ്മൾ അറിയേണ്ട യഥാർത്ഥ കഥ പിന്നിലിരിക്കുന്നത്. കുഞ്ഞുങ്ങളെ, അവരുടെ ലൈഫ് വീണ്ടും മുന്നോട്ട് പോകുമ്പോഴേ കുറെ ആളുകളെ മോട്ടിവേറ്റ് ചെയ്യുന്നത്. നല്ലൊരു മോട്ടിവേഷണൽ സ്പീക്കറാണ് ഇന്ന് മുനീബ മസാരി. അവരുടെ ജീവിതം തന്നെയാണ് അവർ ഇത്രയും ആളുകളുടെ കണ്ണ് തുറപ്പിക്കാൻ കാരണമായിട്ടുള്ള രീതിയിൽ അവർക്ക് സംസാരിക്കാൻ പറ്റിയത്. പിന്നെ നിങ്ങൾ അറിയണം, മുന്നോട്ട് പോകുമ്പോഴേ അവർ ഒന്നാമത്തെ കാര്യം അവർക്ക് വരയ്ക്കാൻ പറ്റൂല എന്നുള്ളത് അവർ ഓവർകം ചെയ്തു. രണ്ടാമതേ അവരോട് പറഞ്ഞൊരു കാര്യമുണ്ട്, അവർക്ക് നടക്കാൻ പറ്റൂല. അതുകൊണ്ട് ഈ ലോകത്ത് അവരെല്ലാം കൊണ്ടും ഒന്നുമല്ലാതായി പോയി. ഇന്നേ അവരവരുടെ വീൽ ചെയറിൽ സഞ്ചരിച്ചുകൊണ്ടേയിരിക്കുന്നു. ഒരു കാര്യം അവർ ആക്സെപ്റ്റ് ചെയ്തു, തനിക്ക് നടക്കാനും പറ്റില്ല. പക്ഷെ തന്റെ വീൽ ചെയറിൽ തനിക്ക് പോകാൻ ദൂരങ്ങൾ കുറയുണ്ട്. ആ ദൂരങ്ങൾ മൊത്തം അവർ കീഴടക്കി. അതൊന്നും തീർന്നില്ല. ഒരു കാര്യം കൂടെ ഡോക്ടർ പറഞ്ഞത്, നിങ്ങൾക്ക് ഒരിക്കലും അമ്മയാകാൻ പറ്റൂല. അതിനെങ്ങനെയാണ് ലോകം ചെയ്തത്? അവരവിടെയുള്ള ഓർഫനേജസിലൊക്കെ ലെറ്റർ കൊടുത്തു. ഇവിടെ കുറെ കുഞ്ഞുങ്ങളുണ്ട്. ഒരു അമ്മ അച്ഛൻ ആ ഒരു പ്രൊട്ടക്ഷൻ കിട്ടാൻ ആഗ്രഹിക്കുന്ന കുറെ കുട്ടികളുണ്ട്. അവർക്ക് സ്വന്തമായിട്ട് അമ്മയും അച്ഛനും ഇല്ലാതായി പോയവരുണ്ട്. ഓർഫനേജിൽ ജീവിക്കുന്ന, അനാഥാലയങ്ങളിൽ ജീവിക്കുന്ന പാവപ്പെട്ട കുഞ്ഞുങ്ങൾ. അങ്ങനെ ഇവർക്ക് ഒരു ദിവസം ഒരു കോള് വരിക, ഓർഫനേജിൽ നിന്ന്. അവരവിടത്തേക്ക് ഓടിപ്പോയി. എത്തിയപ്പോഴേ അവരാ വീൽ ചെയറിലായിരിക്കുന്നത്. അവിടെ ഉണ്ടായിരുന്ന അറ്റൻഡർ പറഞ്ഞു, ഈ സ്ത്രീക്ക് എങ്ങനെ കുഞ്ഞിനെ കൊടുക്കുന്നത്? അവരൊരു കാര്യം മാത്രം പറഞ്ഞു, എന്റെ ഈ അരയ്ക്ക് താഴത്തേക്ക് കണ്ടിട്ട് എന്നെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യാം. അയാൾ അപ്പൊ തന്നെ ആള് പറഞ്ഞ വാക്കുകൾ മാറ്റി പറഞ്ഞു, ഈ കുട്ടിക്ക് ഏറ്റവും കൂടുതൽ കെയർ കൊടുക്കാൻ പറ്റുന്നത് ചിലപ്പോൾ നിങ്ങൾക്കായിരിക്കാം. അതുപോലെ തന്നെ ഈ കുഞ്ഞിന് ഏറ്റവും നല്ലൊരു അമ്മയെ കിട്ടുന്നത് നിങ്ങളിലൂടെ ആയിരിക്കാം. അങ്ങനെ ആ കുഞ്ഞിനെ അവരെടുത്ത് വളർത്താൻ തുടങ്ങി. കുഞ്ഞുങ്ങളെ, ഒരിക്കലും അമ്മയാവില്ല എന്ന് പറഞ്ഞ സ്ഥലത്ത് അവരെങ്ങനെ അമ്മയാവാന്ന് കാണിച്ചു തന്നു. ഓക്കെ, അവരുടെ ശരീരം കൊണ്ട് അവർക്ക് അമ്മയാകാൻ പറ്റില്ലായിരിക്കും. പക്ഷേ പാവപ്പെട്ട കുഞ്ഞുങ്ങളെ എടുത്ത് വളർത്തിയിട്ടെങ്കിലും അമ്മയാവാൻ പറ്റുമെന്ന് അവർ കാണിച്ചു തന്നു. UN അംബാസഡറായിട്ട്, പാകിസ്ഥാനിലെ UN അംബാസഡറായിട്ട് അവർ മാറിക്കഴിഞ്ഞു. അപ്പൊ എല്ലാ രീതിയിലും അവർ ഈ ലോകം അറിയപ്പെടുന്ന വലിയൊരു സ്ത്രീയായിട്ട് മാറി. ഇന്ന് പല ആളുകളും ഡിപ്രഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ, തന്റെ ലൈഫിൽ താൻ എവിടെ എത്തൂലെന്ന് പ്രതീക്ഷിക്കുമ്പോൾ, അങ്ങനെയുള്ള ആളുകൾക്ക് ഓർക്കാൻ ഏറ്റവും വലിയൊരു കഥയാ നമ്മുടെ മുനീബ മസാരി. ഓർത്തു വെക്കാൻ പറ്റില്ല, നമ്മുടെ ലൈഫ് ഇവിടെ കൊണ്ടൊന്നും തീരുന്നില്ല. നമുക്ക് ഇനി കുറേ മുന്നോട്ടേക്ക് പോകാനുണ്ട്. നിങ്ങൾ നല്ല കുഞ്ഞുങ്ങളായിട്ട് നിങ്ങളുടെ ലൈഫിൽ എന്തോ തീരുമാനിച്ചു വെച്ചിരിക്കുന്നത് അതുമായിട്ട് മുന്നോട്ട് പോവാം. നമ്മളെ മറ്റുള്ളവർ എന്ത് പറയുന്നെന്ന് ഓർത്തു കഴിഞ്ഞാല് നമ്മുടെ ലൈഫില് ഏറ്റവും വലിയൊരു ശത്രുക്കളായിരിക്കും. നമ്മളെ മരിക്കുന്നതിന് മുന്നേ നമ്മളായിട്ട് എന്തിനാ നമ്മളെ കൊല്ലുന്നത്? നമ്മളായിട്ട് കൊല്ലരുത് മക്കളെ. നമുക്കൊരു മരണമുണ്ട്, ആർക്കാണെങ്കിലും മരണമുണ്ട്. സന്തോഷങ്ങളും ദുഃഖങ്ങളും ഇല്ലാത്തവരാരുമില്ല. ദുഃഖങ്ങൾ എല്ലാവർക്കും ഉണ്ടാവും, അത് നമുക്കും ഉണ്ട്. മറ്റുള്ളവർ പറയുന്നവർ പറഞ്ഞോട്ടെ, നിങ്ങൾ അതിനെ കൂസാതെ മുന്നോട്ട് പോ. ഇതല്ലെങ്കിൽ വേറൊരു വഴി നമുക്കുണ്ടാവും. നല്ല കാര്യങ്ങൾ മാത്രം ഓർത്തുകൊണ്ട് മുന്നോട്ടേക്ക് പോവാം. ലൈഫിൽ എന്നും ഇന്ന് നമ്മുടെ മുന്നിൽ എന്തെങ്കിലും ഒരു വാതിൽ അടഞ്ഞിട്ടുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും വലിയൊരു വാതിന് മുന്നിൽ തുറന്നിട്ടിട്ടുണ്ടാവും. ആ വാതിലിലൂടെ മുന്നോട്ടേക്ക് പോവാം. അതല്ലെങ്കിൽ നിങ്ങൾ ഫിക്സ് ചെയ്ത ഡ്രീം എന്തോ, ആ ഡ്രീമിന്റെ പിന്നാലെ പോവാം. മക്കളെ, ആർക്കും ആരെയും തളർത്താൻ പറ്റില്ല. നമ്മുടെ ഉള്ളിന്റെ ഉള്ളില്
നമുക്കൊരു വിൽ പവർ ഉണ്ടെങ്കിൽ നമ്മൾ എത്ര തോറ്റാലും നമ്മൾ മുന്നോട്ട് തന്നെ വരും. തോൽക്കണോടാ, തോൽവി എന്നല്ലേ നമ്മൾ ജയിക്കാൻ പഠിക്കുന്നത്. ഈ ലോകത്ത് എവിടെ എത്തിയവരും തോറ്റിട്ട് തന്നെ മുന്നോട്ട് പോയവരാ. തോറ്റോട്ടെ, പക്ഷെ ഒരൊറ്റ കാര്യം ഉണ്ടാവണം, നെവർ ഗിവ് അപ്പ്, നെവർ ഗിവ് അപ്പ്. എനിക്ക് അത് മാത്രമേ പറയാനുള്ളൂ. ഒരിക്കലും ഗിവ് അപ്പ് ചെയ്യാൻ പാടില്ല. നമുക്ക് ഉയർന്നു വരണം. നമ്മുടെ മാക്സിമം ശ്രമിച്ചിട്ടാണെങ്കിലും നമ്മൾ മുന്നോട്ട് വരും. നമ്മൾ എന്തോ ആഗ്രഹിച്ചത് അവിടെ എത്താൻ വേണ്ടിയിട്ട് നമ്മൾ മാക്സിമം പരിശ്രമിക്കും. ഏറ്റവും വലിയ എക്സാമ്പിൾ ആണ് ഞാൻ ഇന്ന് പറഞ്ഞ മുനീബ മസാരി. ഓർത്തു വെക്കുന്നത്, ഈ ഒരു സ്ത്രീ ഈ ലോകത്തിന് കാണിച്ചു കൊടുത്തത് എങ്ങനെയൊക്കെ നമ്മൾ എന്തൊക്കെ ആയി കഴിഞ്ഞാലും നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ ഒരു വിൽ പവർ ഉണ്ടെങ്കിൽ നമുക്ക് എന്തും നേടിയെടുക്കാൻ പറ്റുന്ന അവരെല്ലാം നേടിയെടുത്തു. അവരുടെ ലൈഫിൽ പറ്റില്ല എന്ന് പറഞ്ഞ ഓരോ കാര്യങ്ങളും അവർ നേടിയെടുത്തു. ഒരു കാര്യം കൂടെ അവസാനമായിട്ട് ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ നിങ്ങളോട് ഫുൾ സ്റ്റോപ്പ് ഇടുകയാണ്. ഈ മുനീബ മസാരിയുടെ ഏറ്റവും വലിയ വേറൊരു പേടി എന്തായിരുന്നു അറിയോ? എങ്ങനെ ഈ സമൂഹത്തിനെ ഫേസ് ചെയ്യുക, ഈ ക്രൗഡിനെ എങ്ങനെ ഫേസ് ചെയ്യുക, കുറെ ജനങ്ങൾക്ക് മുന്നിൽ വന്ന് എങ്ങനെ സംസാരിക്കുക, അവര് തന്നെ എങ്ങനെ കാണും, ഈ വീൽ ചെയറിലിരിക്കുന്ന തന്നെ എന്ത് രീതിയിൽ അവർ കാണുമെന്നായിരുന്നു അവർ ചിന്തിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ അതിനുള്ള ഉത്തരം കിട്ടി മക്കളെ. ഇന്ന് നിങ്ങളൊരു യൂട്യൂബിനുള്ളിലോ എന്തിനുള്ളിലോ നിങ്ങൾ സെർച്ച് ചെയ്യുമ്പോൾ മുനീബ മസാരി എന്ന് നിങ്ങൾ ഗൂഗിളിനോട് ചോദിക്കുമ്പോൾ അവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന എല്ലാ വീഡിയോക്ക് മുന്നിലും നിങ്ങൾക്ക് കാണാം മുനീബ മസാരിക്ക് മുന്നിൽ നിറഞ്ഞിരിക്കുന്ന ഒരു കൂട്ടം ജനങ്ങള്. ഈ ജനങ്ങൾക്ക് മുന്നിൽ നിന്ന് മുനീബ മസാരി ധൈര്യത്തോടുകൂടെ പ്രസംഗിക്കുന്ന അവരുടെ ലൈഫിലെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുന്നതോ അത് കേട്ട് ലൈഫിനുള്ളിൽ ഇനി മുന്നോട്ടേക്ക് ധൈര്യത്തോടുകൂടെ പോവാന്ന് കാണിച്ചു കൊടുക്കുന്ന ജനങ്ങളെ നിങ്ങൾക്ക് കാണാം. അവര് ക്രൗഡിന് മുന്നിൽ വന്നിട്ട് ചുമ്മാ ഒരു കാര്യം പറഞ്ഞതല്ല. അവര് പറയുന്ന കാര്യങ്ങള് ആ കേൾക്കുന്ന ഓരോ ജനങ്ങളുടെയും ഉള്ളിന്റെ ഉള്ളിലേക്ക് ഇങ്ങനെ തുളച്ചങ്ങട് കയറുക. നാളത്തെ ലൈഫില് അവരുടെ ഓരോരുടെ ലൈഫിലും ചേഞ്ച് ഉണ്ടാവാൻ വരെ കാരണക്കാരിയായിട്ട് മാറി മുനീബ മസാരി. കുഞ്ഞുങ്ങളെ, നിങ്ങൾ ഓർക്കുക, നാളെ ഇതുപോലെ ഒരു ലോകം നിങ്ങളുടെ മുന്നിലുണ്ട്. നിങ്ങളുടെ പേര് പറഞ്ഞിട്ട് നാളെ ഈ ലോകത്ത് ഇതുപോലെ നമുക്ക് സംസാരിക്കാൻ പറ്റണം. മക്കളെ, നിങ്ങളെയും ഇതുപോലെ വാഴ്ത്തിപ്പാടാൻ കുറെ ആളുകൾ ഉണ്ടാവും. കാണിച്ചു കൊടുക്കണം തോൽവിന്ന് ജയത്തിലേക്ക് എത്താൻ എങ്ങനെ പറ്റുമെന്ന്. നമുക്ക് പറ്റൂലേ? ഓർത്തു നോക്ക്, സ്വയം ചോദിച്ചു നോക്ക്, നിങ്ങളോട് ചോദിച്ചു നോക്ക്. ഒരൊറ്റ ഉത്തരേ ഉള്ളൂ, പറ്റും. നിങ്ങൾക്കേ പറ്റും. പറ്റൂടാ മക്കളെ, ഈ ലോകത്ത് നമുക്ക് പറ്റാത്ത ഒന്നുമില്ല. സോ ലൈഫ് അടിപൊളിയായിട്ട് മുന്നോട്ട് പോവാം മക്കളെ. അപ്പം ടെൻഷനും പ്രശ്നങ്ങളും ഒന്നുമില്ലാതെ കാര്യത്തിനൊക്കെ പോസിറ്റീവായിട്ട് നേരിടുക. നിങ്ങളുടെ ലൈഫിൽ നമ്മളെ മുനീബ മസാരിയുടെ അമ്മ പറഞ്ഞതുപോലെ ഈ ഒരു ദിവസവും ദൈവം പടച്ചവൻ കർത്താവ് നിങ്ങൾ എന്ത് പേരിട്ട് വിളിച്ചു മക്കളെ, ആ ഗോഡ് നിങ്ങൾക്ക് വേണ്ടി എന്തൊക്കെയോ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ ഒരു പ്ലാനിങ്ങിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. സോ അത് ആർക്കും മാറ്റാൻ പറ്റില്ല. ചിലപ്പോഴ് ചില ആളുകൾക്ക് അതിലൊരു മാറ്റം വരുത്താൻ പറ്റിയേക്കും. ചില ആളുകളുടെ വാക്കുകള് ചിലപ്പോഴും നിങ്ങളെ ധൈര്യത്തിലേക്ക് കൊണ്ടുപോകും. നിങ്ങൾക്ക് പറ്റില്ല എന്ന് തോന്നിച്ച കാര്യങ്ങളെ നിങ്ങൾക്ക് പറ്റുമെന്നുള്ള കോൺഫിഡൻസ് ഉണ്ടാക്കി തന്നിട്ടുണ്ടാവും. സോ ഇനിയൊരു ടെൻഷനും വേണ്ട, കൂളായിട്ട് ഇരിക്കുക. ലൈഫിൽ വന്നേക്കുന്ന മിസ്റ്റേക്കുകൾ അക്സെപ്റ്റ് ചെയ്യുക, ജയത്തിലേക്ക് കുതിച്ചു കയറുക. എല്ലാവർക്കും 1000 നല്ല കുഞ്ഞുങ്ങളായിട്ട് അടിപൊളിയായിട്ട് നിങ്ങൾക്ക് ലൈഫിൽ മുന്നോട്ടേക്ക് ഫേസ് ചെയ്യാൻ പറ്റട്ടെ. നമ്മള് ലൈഫ് എവിടെ കൊണ്ടും അവസാനിച്ചിട്ടില്ല. നിങ്ങൾ തുടങ്ങിയിട്ടേ ഉള്ളൂ. നിങ്ങളുടെ നല്ല പ്രായം. ഓക്കെ, അപ്പം അവസാനമായിട്ട് പറയാം കുഞ്ഞുങ്ങളെ, നമ്മുടെ ജീവിതത്തില് നമ്മള് ഒരാളുടെ മുന്നിലും തോറ്റു കൊടുക്കരുത്. തോറ്റോട്ടെ, ജയിച്ചു മുന്നോട്ട് കാണിച്ചു കൊടുക്കണം. ഓക്കെ, നമ്മള് മരിക്കുന്നതിന് മുന്നേ നമ്മളായിട്ട് നമ്മളെ കൊല്ലരുത്. ഓക്കെ.